ഗുഡ് മോർണിംഗ്. ചെടികളെയും പൂക്കളെയും അതുപോലെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അലമാൻ്റെ പ്ലാന്റിനെ കുറിച്ചാണ്. അതിൻ്റെ കെയറിങ്ങും അതിൻ്റെ പ്രൊപ്പഗേഷനും അതുപോലെ ഇതുപോലെ പൂക്കളൊക്കെ നിറഞ്ഞ് പൂക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന ഫെർട്ടിലൈസറും ഒക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. കണ്ടോ എൻ്റെ അലമാൻ്റെ പ്ലാന്റ് കണ്ടോ? നമുക്കിപ്പോൾ നഴ്സറിയിൽ നിന്നൊക്കെ ഇതിൻ്റെ തൈകൾ കിട്ടും. പല കളറിലെ പൂക്കളുണ്ട് കണ്ടോ. ഇത് നല്ലൊരു ഷെയ്ഡാണേ. ഇതുപോലെ ഇച്ചിരും കൂടെ ഡാർക്ക് മെറൂൺ കളറിലെ ഉണ്ട്, അതുപോലെ പിങ്ക് ഉണ്ട്, അങ്ങനെ പല കളറുകളുണ്ട് കണ്ടോ. ഇതിൻ്റെ പൂക്കളുടെ ഒരു പ്രത്യേകം കണ്ടോ, നല്ല വലിപ്പമാണ് ഈ പൂക്കൾക്ക് കണ്ടോ. ഒരു പിങ്കും ഒരു മെറൂണും കൂടെ ചേർന്ന കളറാണ് ഇതിൻ്റെ കളർ. ദേ കണ്ടോ, പൂക്കളുടെ ഒരു വലിപ്പം കണ്ടോ. ഞാൻ തന്നെ പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിപ്പം ഉണ്ടാകുമെന്ന് പൂക്കൾക്ക്. പൂക്കളെക്കാട്ടി ഭംഗിയാണ് ഇതിൻ്റെ മുട്ടുകൾ കാണാൻ കണ്ടോ. മുട്ടുകൾ കണ്ടോ, നല്ല വലിപ്പത്തിൽ ഇങ്ങനെ കൂമ്പി നിൽക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണേ. അപ്പോൾ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് ഇതിനെ ഇതുപോലെ വളർത്തിയെടുക്കാം. ഇതിപ്പോൾ ഞാൻ വെച്ചിട്ടൊരു 2 മാസം ആയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇതുപോലെ പൂക്കളൊക്കെ ആയി തുടങ്ങിയേ. നഴ്സറിയിൽ നിന്ന് നമ്മൾ പ്ലാന്റിനെ വാങ്ങിക്കൊണ്ട് വരുമ്പം ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അതിൻ്റെ ചുവട്ടിൽ ചെറിയ കപ്പ് പോലെ അവർ വെച്ചേക്കുമേ. അത്യാവശ്യമായിട്ട് നമ്മൾ അതിനെ റിമൂവ് ചെയ്തിട്ട് അതിനെ മാറ്റിയിട്ട് വേണം നമ്മൾ ഈ അലമാൻ്റെ പ്ലാന്റ് ഒന്ന് റിപ്പോർട്ട് ചെയ്യാനേ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ കപ്പ് നമ്മൾ മാറ്റണം ഒന്നാമത്. രണ്ടാമത് നല്ല വെള്ളം വാർന്നു പോകുന്ന നല്ല ചരലോട് കൂടിയ മണ്ണൊക്കെയുള്ള ചാണകപ്പൊടിയും എല്ലുപൊടിയും പിന്നെ വേപ്പിൻ പിണ്ണാക്കും ഒക്കെ ഇട്ട മിക്സിലേക്ക് ഇതിനെ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. അപ്പം നമ്മൾ അതിനുശേഷം മൂന്നാമത്തെ പോയിന്റ് പറയാനുള്ളത്, നല്ല ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ വെക്കണേ. നല്ല സൺലൈറ്റ്. ഈ പൂക്കളുണ്ടല്ലോ ഒരു 3 ദിവസം നിൽക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഈ പൂക്കൾ 3 ദിവസം ഇതുപോലെ നിൽക്കും. 3-ാം ദിവസം ഇത് പിന്നെ കൂമ്പി അങ്ങ് വാടിപ്പോവും. കണ്ടില്ലേ, ഇത് കണ്ടോ പോയതാ കണ്ടോ. ഇത് നേരത്തെ പൂക്കളുണ്ടായിരുന്നു ഇതിലും. അപ്പം 3 ദിവസമൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ അത്രയും കൂടെ നമുക്ക് ഇത് പൂക്കളെ കാണാൻ പറ്റും. നാലാമതായിട്ട് പറയാനുള്ളത്, ഇതൊരു ക്രീപ്പർ പ്ലാന്റ് അല്ല, പക്ഷെ നമ്മൾ ഇതിന് സപ്പോർട്ട് കൊടുക്കണം. കണ്ടോ, ഇതിങ്ങനെയാണ് വളർന്ന് കയറി വരുന്നത്. ഇങ്ങനെ നീണ്ട കമ്പുകളായിട്ടാണ് ഇതിൻ്റെ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാമോ, ഇതിനെ സപ്പോർട്ട് കണ്ടോ ഇതുപോലെ ചവിട്ടിന്ന് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. ഇങ്ങനെ വളർന്നു വരും തോറും നമ്മളതിനെ സപ്പോർട്ട് കൊടുത്ത് വേണം കയറ്റി വിടാനേ. ക്രീപ്പർ അല്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇതിങ്ങനെ നിൽക്കത്തേ ഉള്ളൂ. ഒരു കുറ്റിച്ചെടിയായിട്ട് വളർന്നു വരും, നല്ല ബുഷായിട്ട് വളരും. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പിന്നെ ഒന്നിൽ കെട്ടി വെക്കണം, എവിടെയെങ്കിലും ചേർത്ത്. അപ്പം ചുവട്ടിൽ നിന്ന് തന്നെ നമുക്ക് കമ്പുകളൊക്കെ വെച്ച് നമുക്ക് സപ്പോർട്ട് കൊടുത്ത് വേണം ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാനേ. ഇതിൻ്റെ കമ്പുകളുണ്ടല്ലോ പെട്ടെന്ന് ഒടിഞ്ഞു പോകുമേ. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം. അങ്ങനെ സപ്പോർട്ട് കൊടുക്കുമ്പോഴാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കുമ്പോൾ പെട്ടെന്ന് ഒടിഞ്ഞു പോകാൻ സാധ്യതയുള്ള കമ്പുകളാണ് ഇതിൻ്റെ കമ്പുകൾ. ആ കമ്പ് മൂക്കുന്ന വരെ ഇതിന് വലിയ ബലമില്ല, ബലം കുറവാണേ കണ്ടോ. അപ്പോൾ നമുക്കിതിനെ പ്രൂൺ ചെയ്യണം. അടുത്തായിട്ട് ഇതിനെ പ്രൂൺ ചെയ്യാൻ വേണം. ആദ്യം നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരുമ്പം കുറച്ച് എന്തെങ്കിലും പൂക്കളൊക്കെ 1-2 പൂക്കളൊക്കെ കാണും. അതിനെയൊക്കെ നമ്മൾ കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തൊക്കെ വിടണം. അപ്പോഴാണ് ഇത് നന്നായിട്ട് വളർന്നു വന്നിട്ട് പൂക്കളാവുന്നത്. 5-ാമത്തെ പോയിന്റ്, നമുക്കിതിനെ നിലത്ത് വെച്ചും മണ്ണിൽ വെച്ചും വളർത്താം. പക്ഷേ നമ്മൾ നിലത്ത് വെച്ചും ചട്ടിയിൽ വെച്ചും വളർത്താം. അപ്പോൾ നമുക്ക് ഈ ചട്ടിയിൽ വെച്ച് വളർത്തുമ്പോൾ വലിയ ചട്ടി തന്നെ നമ്മൾ തിരഞ്ഞെടുക്കണം. ഞാൻ പറഞ്ഞായിരുന്നല്ലോ, നല്ല സൺലൈറ്റ് വേണം. ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ തന്നെ നമ്മളിതിനെ വെച്ച് വളർത്തണം. കൂടാതെ നമ്മൾ ചട്ടിയിൽ വെക്കുകയാണെങ്കിൽ ചെറിയ ചട്ടി ഒഴിവാക്കിക്കൊണ്ട് വലിയ ചട്ടിയിൽ നമുക്ക് ഇതിനെ വെച്ച് വളർത്തുകയാണെങ്കിൽ നല്ല കുറേ വർഷങ്ങൾ നിൽക്കുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ നമ്മളതിനെ അങ്ങനെ വളർത്തുകയാണെങ്കിൽ അതിന് സ്റ്റെമ്മുകളൊക്കെ നന്നായിട്ട് അതിന് പടർന്ന് പന്തലിച്ച് അങ്ങനെ ഒരു ബുഷായിട്ട് വളരാനായിട്ടുള്ള ഈ സ്ഥലമുള്ള ഒരു വലിയ ചട്ടി തന്നെ അതിനുവേണ്ടി തിരഞ്ഞെടുക്കുക. നമ്മൾ ഇതിന് പിന്നെ വെള്ളം കൊടുക്കുന്നത് ഈ നല്ല ചൂടുള്ള സമയമായതുകൊണ്ട് ഈ വേനലിൽ നമ്മൾ രാവിലെയും വൈകിട്ടും നമുക്ക് നനച്ചു കൊടുക്കണം. ഇതുപോലെ പൂക്കളും മൊട്ടുകളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്ത് നമ്മൾ കൂടുതലായിട്ട് ഇതിനെ വെള്ളം കൊടുക്കാതിരിക്കരുത്. ഇത് ഉണങ്ങാൻ അനുവദിക്കരുത്. അപ്പോൾ പൂക്കൾക്കത് ക്ഷീണമാണേ. അതുകൊണ്ട് അതിൻ്റെ ചുവട്ടിൽ നമ്മൾ ഒരു പിന്നെ മോയ്സ്ചർ വേണം എപ്പോഴും. അപ്പോൾ രാവിലെ നമ്മൾ നനച്ചു കൊടുക്കാം, അതുപോലെ വൈകിട്ടും നമുക്ക് അത്യാവശ്യം നനച്ചു കൊടുക്കണേ. അപ്പം നല്ല സൺലൈറ്റിലല്ലേ നിൽക്കുന്നത്. അപ്പം അത് അല്ലെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവും. ഇതിൻ്റെ ഓരോ തണ്ടുകളുടെ ഇടയിൽ നിന്ന് കണ്ടോ, ഈ ഇലകളുടെ ഇടയിൽ നിന്ന് ഇതുപോലെ പൂക്കളുടെ ഇത് വരുമേ കണ്ടോ.
ഇതിപ്പം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിപ്പം ഓരോ ഇലകളുടെ ഇടയ്ക്കൊന്ന് ഇതുപോലെ കണ്ടോ, ഈ 3 കണ്ട ഇലകൾ നിൽക്കുന്നുണ്ടോ. അപ്പോൾ ഇതിൻ്റെ ഇവിടുന്ന് കണ്ടോ നാമ്പ് വന്നിരിക്കുന്നുണ്ടോ, ഇതുപോലെ വരുവേ, കാണാമോ, കണ്ടോ ഇതുപോലെ, കണ്ടോ ഇതുപോലെ വരുവേ, വന്നിട്ടാണത് പൂക്കളായിട്ട് മാറുന്നത്. കണ്ടോ എന്ത് ഭംഗിയായിരിക്കണം നോക്കിയേ. ഈ ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഗാർഡൻ നല്ല ഭംഗിയായിരിക്കും. ഈ ഒരു ചെടിയുടെ പ്രത്യേകത തന്നെ ഇങ്ങനെയാണ്, ഇത് നീണ്ടിങ്ങനെ വളർന്നു പോകുമേ. അപ്പം നമ്മൾ ഇതുപോലെ ആയിരിക്കുമ്പം ഈ കമ്പിനെ നമ്മൾ പ്രൂൺ ചെയ്യരുതേ. ഇത് ഇച്ചിരും കൂടെ ആയതിനു ശേഷം ഇതിനെ പ്രൂൺ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഉണ്ടല്ലോ അതിൽ നിന്ന് വേറെ നല്ല പൂക്കളൊക്കെ വരും. അതുപോലെ ഈ ഇത് പ്രൂൺ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെമ്മ് ഉണ്ടല്ലോ, ഇതുണ്ടോ, ഇത് നമ്മൾ കുഴിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പിടിച്ച് കിട്ടത്തില്ല. അപ്പോൾ ഇത് ഇച്ചിരും കൂടെ ഒന്ന് മൂത്ത് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ഇതുപോലുള്ള കളറാവണം. ഇതുപോലുള്ള കളറായതിനു ശേഷം നമ്മൾ പ്രൂൺ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ആ കമ്പ് കൊണ്ട് വേറെ പിടിപ്പിക്കാൻ പറ്റും. ഇതിനെ പിടിപ്പിച്ചെടുക്കുന്നത് ഇതുപോലെ ഉള്ള ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഞാൻ കാണിച്ച ആ സ്റ്റെം ഉണ്ടല്ലോ, ഈ കളറായ സ്റ്റെമ്മ് നമ്മൾ പിടിപ്പിക്കണം. അതുപോലെ ഇതുപോലെ വരുന്ന ഭാഗം ഉണ്ടല്ലോ, കണ്ടോ, ഇതുപോലെ വരുന്ന ആ ഭാഗം ഉണ്ടല്ലോ, ഇത് ആ നോഡിൻ്റെ ഭാഗം ഉണ്ടല്ലോ, അവിടെ മണ്ണിൽ വരത്തക്കോലെ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ പിടിപ്പിക്കുവാണെങ്കിൽ അവിടുന്ന് വേരൊക്കെ മുളച്ച് നല്ല കിളിച്ച് കിട്ടും. നമ്മൾ സാധാ മണ്ണിലോട്ട് ചരലും കൂടെ ചേർന്ന മണ്ണിലോട്ട് നമ്മളൊന്ന് കുത്തി കൊടുത്താൽ മതി. ഷെയ്ഡിൽ വെച്ച് നമുക്കതിനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും. അത് ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ കണ്ട ഈ നോഡിൻ്റെ അവിടെ വെച്ച് തന്നെ നമ്മൾ ഇത് ചെയ്തെടുക്കണം. ഇവിടെ ഇങ്ങനെ ഒരു 4 ഇലയാണ് ഓരോ നോഡിലും ഇതിൻ്റെ. അതാണ് ഈ ചെടിയുടെ വേറൊരു പ്രത്യേകത. 4 ഇലകൾ ഇങ്ങനെ വന്ന് നിൽക്കും. അതിൻ്റെ ഇടയ്ക്കു നിന്നാണ് പിന്നെ വേറെ സ്റ്റെമ്മ് പൊട്ടിയിട്ട് അതിൽ നിന്ന് വേറെ പൂക്കളൊക്കെ ഉണ്ടാവുന്നത്. കണ്ടോ, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു പ്ലാന്റാണ്. ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞായിരുന്നു, എനിക്ക് ഈ ചെടി ഒരുപാട് ഇഷ്ടമാണേ. ഇതിനെ ഒരു സുന്ദരി ചെടി എന്നാണ് ഞാൻ വിളിക്കുന്നത്. നമുക്കിവിടെ ഇങ്ങനെ പൂക്കളെല്ലാം നന്നായിട്ട് നിറഞ്ഞു നിൽക്കുവാണ്. എല്ലാ ചെടികളും എല്ലാം ഇങ്ങനെ പൂക്കൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന സമയമാണേ. കണ്ടോ, നമ്മുടെ ചെമ്പരത്തിയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് ചെയ്യാവുന്നത്, നമ്മൾ ഇടയ്ക്കുണ്ടല്ലോ ഈ പിന്നെ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി ഇട്ടിട്ടുണ്ടല്ലോ, നമുക്ക് കുറച്ച് മണ്ണും ചാണകപ്പൊടി എല്ലുപൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഒന്ന് ഇളക്കി ഇട്ടിട്ട് നമുക്കതുപോലെ ഇട്ട് കൊടുത്താണ്ടല്ലോ, അത് നല്ലതാണേ. കണ്ടോ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വളം കൊടുക്കുമ്പോൾ ഇച്ചിരി മണ്ണും ഇതുപോലെ ചാണകപ്പൊടി എല്ലുപൊടി എല്ലാം കൂടെ മിക്സ് ചെയ്തതിൻ്റെ ചുവടൊന്ന് ഇളക്കിയിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് പിന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം അത് ചെടി വലിച്ചെടുത്തോളും. കണ്ടോ, ഇതുപോലെ നമ്മുടെ ചെടിയിൽ പൂക്കളുണ്ടാവാൻ വേണ്ടി നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞല്ലോ, കൊണ്ടുവന്ന് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വരുമ്പം തന്നെ നമ്മളതൊന്ന് പ്രൂൺ ചെയ്യണം. അതിൻ്റെ ആ ഉള്ള പൂക്കളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അതിനെ വളരാൻ അനുവദിക്കുക. അപ്പോൾ അത് നന്നായിട്ട് വളർന്നു വന്നിട്ട് പൂക്കളിടുവേ. ആദ്യം തന്നെ ഒരു പ്രൂണിങ് കൊടുക്കുക. പിന്നീട് നമ്മൾ പ്രൂണിങ് കൊടുക്കുന്നത് ഈ സ്റ്റെം ഉണ്ടല്ലോ, നല്ല ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ബ്രൗൺ കളർ ആയതിനു ശേഷം നമ്മൾ ഇച്ചിരി കൂടെ ഒന്ന് മൂത്തിട്ട് നമ്മൾ പിന്നെ പ്രൂൺ ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ നല്ല തണുപ്പാണ് നമ്മുടെ ചെടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ നല്ല ചൂടായതുകൊണ്ട് നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസർ കൂടുതൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. അത് നമുക്ക് കൊടുക്കണമെങ്കിൽ മാസത്തിലൊന്നോ 2 മാസത്തിലൊക്കെ നമ്മൾ കൊടുക്കാൻ പറ്റുമേ. അപ്പോൾ ഇതുപോലെ വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്നത് ഓർഗാനിക്കായിട്ടുള്ള ഫെർട്ടിലൈസർ കൊടുക്കുന്നത് കഞ്ഞിവെള്ളത്തിൽ ഞാൻ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത് അത് നമ്മൾ പിന്നെ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് അതിൻ്റെ കൊഴുപ്പൊക്കെ കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിന് എല്ലാ ദിവസവും ഒന്ന് ഒഴിച്ചു കൊടുക്കുന്ന മറ്റ് ചെടികൾക്കൊക്കെ കൊടുക്കുന്ന കൂട്ടത്തിൽ ഈ ചെടിക്കും നമ്മൾ കൊടുക്കാറുണ്ട്. അത് നല്ല ചെടിക്ക് നല്ല തണുപ്പ് കിട്ടുന്നതാണ്. അതുപോലെ പൂക്കളും ഉണ്ടാകും. കടലപ്പിണ്ണാക്ക് നല്ലതാണേ. അതോടൊപ്പം തന്നെ നമുക്ക് ആഴ്ചയിൽ ഒന്നേ നമ്മൾ കൊടുക്കുന്നുള്ളൂ എങ്കിൽ നമ്മൾ ചാണകവും എല്ലാം കൂടി ചാണകം ഇടാം. നമുക്ക് അതിനകത്ത് കടലപ്പിണ്ണാക്കിടാം, സാധാ വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞി വെള്ളത്തിലോ. അപ്പം എന്നിട്ട് പിന്നീട് നമുക്കിതെല്ലാം കൂടെ കടലപ്പിണ്ണാക്കും അതുപോലെ എല്ലുപൊടി കുറച്ചിട്ട് കൊടുക്കാം, ചാണകം ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഇട്ട് നമ്മൾ അടച്ചു വെച്ച് 2 ദിവസം പുളിപ്പിച്ചതിന് ശേഷം നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ 1 ദിവസം നമുക്ക് കൊടുക്കാം. അത് നന്നായിട്ട് ഡൈലൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളേ. അത് നമുക്ക് ആഴ്ചയിൽ 1 നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതെല്ലാം കൂടി ഇടുന്നതായതുകൊണ്ട്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കടലപ്പിണ്ണാക്ക് ഉള്ളി വെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ ഇട്ടിട്ട് പുളിപ്പിച്ചെന്ന് പറഞ്ഞാൽ 1 ദിവസം ഇട്ടാലും മതി. അത് കഴിഞ്ഞ് നമ്മൾ നന്നായിട്ട് ഡൈലൂട്ട് ചെയ്ത് നമുക്ക് എല്ലാ ചെടികൾക്കും അത് കൊടുക്കാൻ പറ്റുമേ. ഞാൻ റോസിനൊക്കെ കൊടുക്കുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. കണ്ടോ, ഇപ്പോഴും നിറച്ച് പൂക്കളാണ് എൻ്റെ ചെടികളെല്ലാം. പൂക്കളുണ്ട്. നല്ല പച്ചപ്പായിട്ട് നമ്മുടെ ചെടി വളരാൻ അത് കൊടുക്കാം. അതുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് നമ്മൾ മാസത്തിൽ 1 കൊടുക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ
കെമിക്കലായിട്ടുള്ളത് പൊട്ടാഷൊക്കെ കൊടുക്കാൻ പറ്റും. പൊട്ടാഷ് ഇപ്പോൾ നമുക്ക് വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ചുവട്ടിലിട്ടും കൊടുക്കാം. നല്ല പൊടിയായിട്ടുള്ളത് നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് നഴ്സറികളിൽ, വളക്കടകളിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാമേ. അത് നമുക്ക് 1 സ്പൂൺ എടുത്തിട്ട് നമുക്ക് ചെറിയ സ്പൂണിൽ 1 സ്പൂൺ എടുത്ത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് അതുപോലെ നമുക്ക് ഡാപ്പും അങ്ങനെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ പൂക്കളിൽ നല്ല കണ്ടോ, നല്ല ഭംഗിയിലുള്ള പൂക്കൾ നല്ല ഉണ്ടാകും. അപ്പോൾ നമുക്ക് മാസത്തിലൊന്നൊക്കെ അങ്ങനെ ചെയ്യാം. നമുക്ക് അതാണ് നല്ലത്. കണ്ടോ, ഇത്രയും കണ്ടോ, പൊടിയായിട്ടുള്ളതാണ്, വളരെ പൊടിഞ്ഞതാണ്. അത് പെട്ടെന്ന് നമ്മൾ വെള്ളത്തിൽ ഡൈലൂട്ട് ആവും. അപ്പോൾ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിൽ ഈ ഒരു ചെറിയ സ്പൂണിൽ 1 സ്പൂണൊക്കെ നമുക്ക് ഇടാൻ പറ്റുമേ. ഒഴിച്ചിട്ട് നമുക്ക് ഇതിന് ഡൈലൂട്ട് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഡാപ്പും കൊടുക്കാൻ പറ്റുമേ. ഞാൻ കാണിക്കാൻ ഇത് കണ്ടോ, ഈ ഡാപ്പാണെങ്കിലും ഇതേപോലെ കണ്ടോ, ഇത് നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലാണെങ്കിലും നമുക്ക് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അത് ഇച്ചിരി സമയം എടുക്കും, നമ്മളൊന്ന് ഷെയ്ക്കൊക്കെ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴാണ് ഡൈലൂട്ട് ആവുന്നത്. അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ല ചുവട്ടിലാണെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. ചുവട്ടിലിട്ട് കൊടുക്കുമ്പം നമ്മൾ ഒത്തിരി ഇട്ട് കൊടുക്കരുതേ. ഇപ്പം കണ്ടോ, അതുപോലെയൊക്കെ ചെയ്താൽ ഇതുപോലെ വലിപ്പമുള്ള പൂക്കൾ. അത് മാസത്തിലൊന്നേ നമ്മൾ NPK ഒക്കെ ഇതുപോലെ ഡാപ്പും ഒക്കെ കൊടുക്കാവുള്ളൂ, പൊട്ടാഷും ഒക്കെ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആ ബെല്ലൈക്കണം ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ ഒടിഞ്ഞു പോകാതെ ഇതിൻ്റെ കമ്പുകളെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്ത് കെട്ടിവെച്ചൊക്കെ കൊടുക്കണേ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ.